നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ്. അദ്ദേഹം ഇന്തോനേഷ്യയിൽ സുപ്രധാനമായിട്ടുള്ള കരാറുകൾ ഒപ്പുവെക്കുന്ന തിരക്കിലാണ്. എന്തായാലും ഇന്തോനേഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വരവേൽപ്പ് ലഭിക്കുമ്പോൾ, അദ്ദേഹത്തിന് ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതി ലഭിക്കുമ്പോൾ ഹിച്ച്കിച്ച് അല്ലെങ്കിൽ ബർണോൾ വേണ്ടത് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കാണ് എന്നുള്ളതാണ്. അവർക്കിതൊന്നും സഹിക്കുന്നില്ല എന്നുള്ളതാണ്. ലിബറൽസ് ഇതെങ്ങനെ സഹിക്കും? എ ഹേർട്ട് ബേൺ മൊമെന്റ് ഫോർ ലിബറൽസ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ലിബറൽസ് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്തോനേഷ്യ, അതായത് മുസ്ലിം ഡോമിനേറ്റഡ് കൺട്രിയാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബോവോ സുബിയാന്തോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഐ ട്രൈ ടു കോപ്പി യു മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, യുവർ കരിയർ ആൻഡ് ദ വേ യു വർക്ക് ഇൻസ്പയർ മീ ഡീപ്ലി. അതായത് താങ്കളെപ്പോലെ പ്രവർത്തിക്കാനാണ് നരേന്ദ്രമോദി ഞാൻ ശ്രമിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിലെ ആ ഒരു കരിയർ, അതായത് താങ്കളുടെ ആ ഒരു ജീവിതത്തിലെ ആ ഒരു നേട്ടങ്ങൾ എന്നെ വളരെ വലുതായി എന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ് യു ഹാവൻറ്റ് കോപ്പി റൈറ്റഡ് ഓൾ ഓഫ് ഇറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വളരെ നല്ല കാര്യമാണ്, താങ്കൾക്ക് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തത് എനിക്ക് അത് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള പ്രചോദനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ സന്ദർശിച്ച് ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഇന്തോനേഷ്യൻ പാർലമെന്റിൽ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എനിക്ക് ലഭിച്ച ഗംഭീരമായ സ്വീകരണത്തിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ സന്നിഹിതനാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ, ജനാധിപത്യത്തിന്റെ മാതൃരാജ്യമായ ഇന്ത്യയുടെ ഭാഗ്യവാനായ പൗരൻ എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായിട്ടുള്ള ആശംസകൾ ഞാൻ നേരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ പറഞ്ഞത്. ഇന്തോനേഷ്യയിലെ ജനങ്ങളും ഇവിടുത്തെ പ്രിയപ്പെട്ട കുട്ടികളും യുവാക്കളും മാതൃത്വവും ഈ ദിവസത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസങ്ങളിൽ ഒന്നാക്കി മാറ്റിയെന്നും, ഇന്തോനേഷ്യയിലെ ജനങ്ങൾ ഇന്ന് രാവിലെ എനിക്ക് നൽകിയ ഊഷ്മളതയും സ്നേഹവും, അവർ എന്നെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്ത ഊഷ്മളതയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യയുടെ നയം വികസനവാദമാണ്, അല്ലാതെ വിഘടനവാദമല്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. വികാസവാദവുമല്ല അത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രഭാവോ സുബിയാന്തോയുമായുള്ള തന്റെ അടുത്ത ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പ്രസിഡന്റ് സുബിയാന്തോ എന്റെ ജീവിതത്തിന്റെ പകർപ്പവകാശത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രസിഡന്റ് പ്രഭാവോയുമായുള്ള എന്റെ സൗഹൃദവും ഒരു പകർപ്പവകാശത്തിന്റെയും അതിരുകളാൽ ബന്ധിതമല്ല. വികസന നയത്തിൽ വിശ്വസിക്കുന്ന ലോകത്തിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ മന്ത്രം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ സ്പീച്ച് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.